ഇന്ന് വല്ലാത്തൊരു ട്രെൻഡ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു വലിയ മഹത്തായ വാചകം ലഇൻ ശകർതും ലഅസീദന്നകും. ആ ഒരു വാക്യം ഇന്ന് ആളുകൾ മുഴുവനും അവരുടെ വാഹനത്തിന്റെ പുറത്ത് എഴുതി വെക്കുന്നത് ഒരു ട്രെൻഡായി ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ കലാം, ആ അള്ളാഹുവിന്റെ കലാമിന്റെ മഹത്വം അറിയുന്ന ആളുകൾക്ക് അത് എവിടെയെങ്കിലും എഴുതി വെക്കാനോ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനോ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും റീൽസ് വിടുമ്പോഴത്തേക്ക് ആ റീൽസിന്റെ പിന്നാലെ നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ അത് ബഹുമാനിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ കലാം വലിയ ആദരവോടുകൂടെ കാണേണ്ട കലാമാണ്. ആ കലാമിനെ വൃത്തിയില്ലാത്ത സ്ഥലത്ത്, നജസാവാൻ സാധ്യതയുള്ള സ്ഥലത്ത്, പൊടിപുരളാൻ സാധ്യതയുള്ള സ്ഥലത്ത് എഴുതി വെക്കുക എന്നത് ഉള്ളിൽ ആത്മീയത ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും തന്നെ സാധ്യമല്ല. നമുക്കറിയാം, ആലിമീങ്ങളെ കാണുമ്പോൾ നമ്മളെല്ലാവരും വലിയ ബഹുമാനത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുണ്ട്. എന്നാൽ ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം, ആലിമീങ്ങളെ കാണുമ്പോൾ എത്രമാത്രം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ അതിലപ്പുറം ബഹുമാനത്തോടെ പരിശുദ്ധമായ ഖുർആൻ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ സമയത്താണ് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അതൊരു വലിയ ആത്മീയതയുടെ അടയാളമായി മനസ്സിലാക്കിയിട്ട് ആ ആത്മീയത പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെ വ്യഗ്രത കൊള്ളുകയാണ്. ഒരിക്കലും തന്നെ പരിശുദ്ധമായ ഖുർആനിനെ അപമാനിക്കാൻ നമ്മൾ കാരണക്കാരാവാൻ പാടില്ല. ഇനി ഖുർആന് കൊണ്ട് ബറക്കത്തെടുക്കലാണ് ലക്ഷ്യമെങ്കിൽ ആ ഗ്ലാസിന്റെ ഉൾഭാഗത്തെങ്ങാനും എഴുതിയാൽ പൊടി പുരളാതെ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അതുപോലെ നജസാവാതെ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പുറം ഭാഗത്ത് എഴുതി വെച്ചാൽ കാക്കകൾ കാഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്, നജസുകൾ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പ്രകടനപരതകൾക്ക് പിന്നാലെ പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയിട്ട് മഹാനായ കെ ഉസ്താദ് ജീവിച്ചതുപോലെ ഒരു പ്രകടനങ്ങളും ഇല്ല, ഉള്ളതുപോലെ വളരെ ആത്മാർത്ഥമായി ജീവിതം കാഴ്ചവെച്ച് നമുക്ക് വലിയ മാതൃക കാണിച്ചു തന്ന മഹാനാണ് ബഹുവന്യരായ കെ ഉസ്താദ്. മാത്രമല്ല, മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. റജുലാനി തഹംബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫാറഖ അലൈഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹം പുലർത്തുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്ത രണ്ട് സുഹൃത്തുക്കൾ അർശിന്റെ തണലുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സുൽത്താനുൽ ഉലമയും ബഹുവന്യരായ കെ ഉസ്താദും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ആ ഒരു അളവുകോലിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 10ാമത്തെ വയസ്സ് മുതൽ വഫാത്താകുന്നത് വരെയുള്ള ബന്ധം, ആ രണ്ടുപേരുടെ ബന്ധങ്ങൾ കാരണമായിട്ട് സുന്നത്ത് ജമാഅത്തിന് എത്രയോ വലിയ ഇസ്സത്തുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. കെ ഹസൻ മുസ്ലിയാരുമായിട്ട് എ.പി. ഉസ്താദ് ബന്ധപ്പെടാനുള്ള കാരണക്കാരനായി ശൈഖുന സുൽത്താനുൽ ഉലമ എന്ന് പറയുന്നത് ബഹുവന്യരായ കെ ഉസ്താദിനെയാണ്. പിൽക്കാലത്ത് എസ്വൈഎസിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിട്ട് കെ ഹസൻ മുസ്ലിയാരും അതുപോലെ ബഹുവന്യരായ എ.പി. ഉസ്താദും വന്നതിന്റെ ശേഷമാണ് എസ്വൈഎസിന് കേരളത്തിൽ ഒരു വല്ലാത്ത കുതിപ്പിന് സാധ്യമായത് എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ധാരാളം വലിയ നേട്ടങ്ങൾക്കും ഉന്നമനങ്ങൾക്കും കാരണമായ വലിയ രണ്ട് ബന്ധങ്ങളാണ് മഹാനായ എ.പി. ഉസ്താദും അതുപോലെ കെ ഉസ്താദും നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചു തന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ളത് ബഹുവന്യരായ സുൽത്താനുൽ ഉലമയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
കളവ് പറയൽ ഇസ്ലാമിൽ വലിയ ഗൗരവമുള്ള തെറ്റാണ്. കളവ് പറയൽ വലിയ പാതകമാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ കളവ് പറയൽ അനുവദനീയമാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, അതിൽ ഒന്ന് മഹത്തുക്കളായ ഫുഖഹാക്കൾ എണ്ണിത്തന്നത് രണ്ടാളുകൾക്കിടയിൽ മസ്ലഹത്ത് നടത്താൻ വേണ്ടിയിട്ട് കളവ് പറയൽ അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാളുകൾക്കിടയിൽ മസ്ലഹത്താക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു ഇബാദത്തിന്റെ ഭാഗമായിട്ട്, ഒരു വലിയ പ്രാധാന്യമുള്ള അമലായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം കാണുന്നത്. ബഹുവന്യരായ കെ ഉസ്താദിനെ നമ്മൾ പരിശോധിച്ചാൽ ഏത് പ്രയാസത്തിലുള്ള ബന്ധങ്ങളെയും അത് കെ ഉസ്താദിന്റെ മുന്നിൽ അങ്ങോട്ട് എത്തുമ്പോൾ വരുന്ന സമയത്ത് മുഖം വീർപ്പിച്ചു വന്ന ആളുകൾ ഉസ്താദിന്റെ ഇടപെടൽ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നത് എത്രയോ കണ്ടത് എന്റെ അനുഭവ സാക്ഷ്യങ്ങളിൽ തന്നെ പറയാനേറെയുണ്ട്. അതുകൊണ്ട് ബഹുവന്യരായ കെ ഉസ്താദിനെ കൊണ്ട് നല്ല സ്നേഹത്തോടെ പോകുന്ന കുറെ കുടുംബങ്ങൾ നമുക്ക് കാണാം. കുറെ നാടുകൾ ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ട് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാം. ഇതെല്ലാം ഉസ്താദിന്റെ അപാരമായ വലിയ പാണ്ഡിത്യത്തിന്റെ അടയാളമായിരുന്നു, വലിയ വ്യക്തിത്വത്തിന്റെ അടയാളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. മാത്രമല്ല കെ ഉസ്താദിന്റെ വലിയൊരു ഗുണമാണ്, ഉസ്താദിന്റെ അടുക്കൽ ആരെങ്കിലും ചെന്ന് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ബോധിപ്പിച്ചു എന്നറിഞ്ഞാൽ നമുക്ക് യാതൊരു ബേജാറുമില്ല. പലപ്പോഴും പല ആളുകൾക്കും ഇല്ലാത്ത ഒരു ക്വാളിഫിക്കേഷനാണ്, ആരാണോ രണ്ട് പ്രശ്നങ്ങളുള്ള ആളുകൾ അതിൽ ആരെങ്കിലും ഒരാൾ വന്ന് ആദ്യം ആരാണോ തന്റെ ഭാഗം പറയുന്നത് ആ ആളുകൾക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും ആളുകൾ നിൽക്കാറുള്ളത്. എന്നാൽ കെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബഹുവന്യരായ ഉസ്താദ് അവരുടെ മുന്നിൽ ഏതെങ്കിലും ഒരാൾ ചെന്നിട്ട്, ഉദാഹരണത്തിന് മസ്ലഹത്തിന് രണ്ടുപേര് വരുമ്പോ അതിൽ ഏതെങ്കിലും ഒരാൾ വൈകുന്നേര സമയം വന്ന് ഉസ്താദിനോട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് അവര് പോകാൻ നോക്കുമ്പോ ഉസ്താദ് അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഞാനൊന്ന് പഠിക്കട്ടെ എന്നിട്ട് പഠിച്ചു പറയാം എന്ന് പറയും. എന്നാൽ മറ്റുള്ള ആളുകൾ വരുമ്പോ അവരുടെ സൈഡും ക്ലിയറായി കേട്ടിട്ട് ആദ്യം വന്ന ആളുകൾക്ക് അനുകൂലമായി നിൽക്കാതെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വല്ലാത്ത സുന്ദരമായ സ്വഭാവം അത് കാത്തു സൂക്ഷിച്ച മഹാനാണ് ബഹുവന്യരായ കെ ഉസ്താദ്. ആ കെ ഉസ്താദിന് ജന്മം നൽകിയ നാടാണ് ഈ മങ്ങാട് എന്ന് പറയുന്ന സ്ഥലം. ദാറുൽ അമാൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനം. നമ്മൾ എല്ലാ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുള്ളത്, അല്ലാഹുമ്മ ജമഅ ബൈനനാ വബൈനഹും ഫീ ദാരിൽ അമാൻ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും ദാറുൽ അമാനിൽ ഒരുമിച്ച് കൂട്ടിത്തരണം എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. ഈ കെ ഉസ്താദിന് ജന്മം നൽകിയ മങ്ങാട് എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ സുൽത്താനുൽ ഉലമയുടെ നാടാകുന്ന ഈ മങ്ങാട് എന്ന് പറയുന്ന പ്രദേശം, സുൽത്താനുൽ ഉലമ ദർസ് തുടങ്ങിയ നാടാകുന്ന ഈ മങ്ങാട് എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്, അഭിമാനിക്കാൻ വകുപ്പുകൾ ഏറെയുണ്ട്. നാളെ ദാറുൽ അമാനിൽ ഈ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല ഈ വേദി ഒരു കാരണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജുമാദൽ ആഖിറയാണ് മഹാനായ ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി മഹാനവറുകളുടെ വഫാത്തിന്റെ മാസം കൂടെയാണ്. മഹാനായ ഗസാലി ഇമാമിന്റെ വഫാത്തിന്റെ രംഗം കിതാബുകളിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ ആ മഹാനായ ഗസാലി ഇമാമിന്റെ വഫാത്തിനോട് വളരെയധികം സാമ്യതയുള്ള രൂപത്തിലുള്ള ഒരു വഫാത്താണ് ബഹുവന്യരായ കെ ഉസ്താദിന്റെ വഫാത്ത് എന്ന് മനസ്സിലാകും. ഗസാലി ഇമാം ഒരു തിങ്കളാഴ്ച രാവിൽ സുബഹിയോട് അടുത്ത സമയത്താണ് മഹാനുഭാവൻ വഫാത്തായത് എന്ന് കാണാം. ഇതുപോലെ പതിറ്റാണ്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ശിഷ്യർക്ക് മുമ്പിൽ ദർസ് നടത്തിക്കൊടുത്ത മഹാനായ കട്ടിപ്പാറ ഉസ്താദ് തിങ്കളാഴ്ച രാവിൽ വളരെ സുന്ദരമായ അവസ്ഥയിൽ
ആരെയും കൊതിപ്പിക്കുന്ന രൂപത്തിലാണ് വിട പറഞ്ഞു പോയത്. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. 1945 ജനനം കൊണ്ട് 2025 വഫാത്താകുന്ന സമയം വരെ ബഹുമാന്യരായ ഉസ്താദ് അവറുകളുടെ ജീവിതം പരിശോധിച്ചാൽ AP ഉസ്താദ് പറയുന്നുണ്ട് 10-11 വയസ്സുള്ളപ്പോഴാണ് കട്ടിപ്പാറ ഉസ്താദിന്റെ പിതാവ് ബഹുമാന്യരായ AP ഉസ്താദിന്റെ കൈകളിൽ ഏതെങ്കിലും ഒരു നല്ല ദർസിൽ എൻ്റെ മകനെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്. ആ 10 വയസ്സ് മുതൽ 80 അല്ലെങ്കിൽ 82 വയസ്സിൽ മഹാനവറുകൾ വഫാത്താകുമ്പോൾ അതുവരെയുള്ള ജീവിതകാലം നമ്മൾ പരിശോധിച്ചാൽ 10 കൊല്ലം അല്ലെങ്കിൽ 11 കൊല്ലം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മുഴുവൻ ആയുസ്സിലെ സമയവും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമ് പ്രചരിപ്പിക്കുന്നതിലും പഠിക്കുന്നതിലും പ്രബോധനം ചെയ്യുന്നതിലുമാണ് മഹാനായ ശൈഖുന KK ഉസ്താദ് ചെലവഴിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ഇൽമ് കേവലം നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ അപ്പുറം ആ ഇൽമ് ജീവിതത്തിൽ ഉടനീളം പകർത്തി ജീവിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമ കൂടെയാണ് ബഹുവന്യരായ KK ഉസ്താദ്. നമുക്കറിയാം, പ്രകടനപരതകളില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണ്. എല്ലാ ആളുകളോടും, സമൂഹത്തിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളോട് പോലും ബന്ധം പുലർത്തുന്ന ഒരു വലിയ നേതാവായിരുന്നു ബഹുവന്യരായ KK ഉസ്താദ്. ഈ ഇരിക്കുന്ന ആളുകളിൽ പലർക്കും അറിയാം, വൈകുന്നേര സമയത്ത് പൂനൂരങ്ങാടിയിൽ ചെന്നാൽ ആ അങ്ങാടിയിൽ ഓരോ കടക്കാരുടെയും അടുക്കൽ ചെന്ന് തനിക്ക് ആവശ്യമുള്ള ആ സാധനങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് എല്ലാ കച്ചവടക്കാരുമായി ബന്ധം പുലർത്താനും ആ ബന്ധം കൊണ്ടു നടക്കാനും വേണ്ടി വല്ലാതെ ശ്രദ്ധിച്ചിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മുഷാവറ മെമ്പറാണ്. അതുപോലെ ഈ കേരളത്തിലുള്ള തലയെടുപ്പുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വലിയ നേതാവാണ്. അതുപോലെ സംഘടനാ നേതൃ തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ ആ എല്ലാ യോഗ്യതകളും മഹാനുഭാവനിൽ ഉള്ളപ്പോഴും അതൊന്നും തലക്കനമായി കൊണ്ടു നടക്കാതെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് വലിയ വിനയത്തോടെ ജീവിച്ച ഒരു മഹാവ്യക്തിത്വം, അതാണ് ബഹുവന്യരായ KK ഉസ്താദ്.